പ്രിയപ്പെട്ട RCB ഫാൻസിനോടാണ് എനിക്ക് ഈ കാര്യം പറയാനുള്ളത്. ഈ കഴിഞ്ഞ RCB ലക്നൗ മത്സരത്തിന് ശേഷം നിങ്ങളുടെ കുറെ കടന്നൽ ഫാൻസ് ദിഗ്വേഷ് രാത്തി എന്ന് പറയുന്ന 25 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പ്രതിഭ എന്ന് തന്നെ ഞാൻ എടുത്തു പറയും. കാരണം അയാളെ അഹങ്കാരി എന്നും ഷോ ഓഫും എന്ത് വേണേലും പറയാം. 100% ഷോ കാണിച്ചിട്ടുണ്ടെങ്കിൽ 101% പെർഫോമൻസ് ആ ലക്നൗ എന്ന് പറയുന്ന ടീമിന് വേണ്ടി പുറത്തെടുത്ത ഏക പ്ലെയർ ദിഗ്വേഷ് രാത്തി മാത്രമാണ്. പക്ഷെ നിങ്ങളോട് പറയേണ്ട മറ്റൊരു കാര്യം, ദൈതാഴെ കാണുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് മറന്നുപോയതാണോ എന്ന് എനിക്കറിയില്ല. ഇതേപോലെ തന്നെ RCB ലക്നൌവും തമ്മിലുള്ള മത്സരം തന്നെയാണ്. ഒരു ബോളിൽ ജയിക്കാൻ വേണ്ടത് ഒരു റണ്ണ്. ബോൾ ചെയ്യാൻ വന്ന ഹർഷൽ പട്ടേൽ മങ്കാദിങ്ങിന് ശ്രമിക്കുന്ന വീഡിയോ ആണ് താഴെ കാണുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ സ്റ്റംപിൽ ആ ബോള് കൊള്ളിക്കാനായിട്ട് സാധിച്ചില്ല. ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു മത്സരമാണ്. രണ്ട് ടീമും ജയിക്കാൻ വേണ്ടി കളിക്കുന്ന കളിയാണ്. ക്രിക്കറ്റ് നിയമങ്ങളിൽ ഇല്ലാത്ത ചതി ചെയ്ത് ജയിക്കാൻ ശ്രമിച്ചെങ്കിൽ നിങ്ങൾ ഒരാളെ ക്രൂശിക്കുന്നതിൽ അർത്ഥമുണ്ട്. ക്രിക്കറ്റ് നിയമങ്ങളിൽ മങ്കാദിങ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ഔട്ട് ആകുന്ന രീതി ഇപ്പോ കൃത്യമായി റൺഔട്ട് എന്ന പേരിൽ തന്നെ നമ്മുടെ ക്രിക്കറ്റ് നിയമങ്ങളിൽ ഉള്ളതാണ്. അത്രയേറെ ഫോമിൽ നിൽക്കുന്ന ഒരു ബാറ്റ്സ്മാനെ ഔട്ടാക്കാൻ കിട്ടുന്ന സാഹചര്യം എത്ര മാന്യന്മാരുടെ കളിയായാലും മാന്യത വിട്ടോ അല്ലെങ്കിൽ നിയമങ്ങൾക്ക് അതീതമായിട്ടോ അല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അത്ര മാന്യതയില്ലാത്ത പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നിയമങ്ങളിൽ നിന്ന് തന്നെ ഒഴിവാക്കേണ്ടതല്ലേ. പിന്നെ അഹങ്കാരി എന്ന് ഏറ്റവും കൂടുതൽ സ്ലെഡ്ജിങ് ചെയ്യുന്ന ഓസ്ട്രേലിയൻ ടീമിന്റെ മുന്നിൽ നമ്മുടെ മലയാളിയായ ശ്രീശാന്ത് കുറച്ച് അഗ്രസീവായിട്ട് പെരുമാറിയപ്പോ ആ ശ്രീശാന്തിനെ അഹങ്കാരി എന്ന് മുദ്ര കുത്തിയ ആളുകളാണ് നമ്മൾ മലയാളികൾ. കഴിവുള്ളവനാണെങ്കിൽ ഇച്ചിരി ഷോ കാണിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ലെന്നാണ് എന്റെ അഭിപ്രായം.